തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള ഓക്കെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. പ്ലീസ്. ഉറപ്പായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണുമ്പോഴേ ഒരു ആളുടെ മൊഴിയോ രണ്ടാമത്തെ ആളുടെ മൊഴിയോ ഇതിൻ്റെ പുറയിലുള്ള ഈ ഇഷ്യൂസ് അല്ല. ഈ റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പഠിച്ച് ഇതാണ് മുമ്പോട്ടുള്ള വഴിയെന്ന് കണ്ടുപിടിക്കണം. ഈ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ഇതിൻ്റെ ആരാ മൊഴി കൊടുത്തേ എങ്ങനെ കൊടുത്തേ എന്നൊക്കെ എനിക്ക് ദയവായി നമുക്ക് ഇത് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമല്ല നമ്മൾ ചർച്ചകൾ ഇവിടെ അവസാനിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് ഇറ്റ്സ് വെരി ക്ലിയർ. ഇനി അത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതേയില്ല. രഞ്ജിനിയുടെ ഇന്റൻഷനെയോ WCCയുടെ ഇന്റൻഷനെയോ അല്ല നമ്മളിപ്പോൾ ചോദ്യം ചെയ്യേണ്ടത്. ഒരു ആശയക്കുഴപ്പമുണ്ടായത് അവസാന നിമിഷം ഒരു നിയമ നടപടികളിലേക്ക് പോയി. പക്ഷേ വളരെ പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു. ഇനി അത് കഴിഞ്ഞു. ദാറ്റ് എപ്പിസോഡ് ഈസ് ഓവർ. ഇനി അറിയേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ മാം ചോദിക്കട്ടെ. നമ്മുടെ ഈ ഫൗണ്ടിംഗ് മെമ്പറെ കുറിച്ചുള്ള പരാമർശം റിപ്പോർട്ടിൽ വന്നത് നിർഭാഗ്യകരമാണെന്നാണോ WCCയുടെ വിലയിരുത്തൽ? അതല്ല, അത് പുറത്തു വരണമായിരുന്നു എന്നാണോ? അല്ല, ഇത് പുറത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ ഒരു ആളിനെ മാത്രം ഒരു ഫൗണ്ടിങ് മെമ്പർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം ഇല്ല. എല്ലാവരുടെയും എക്സ്പീരിയൻസ് അവരുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വി സ്റ്റാൻഡ് ബൈ ദാറ്റ്. അങ്ങനെ ഒരു നടി WCC എടുത്ത നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചോ? വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറയാൻ പാടില്ല. അവരുടെ മൊഴി അവരുടെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് വിരുദ്ധമായിട്ട് എന്നൊക്കെ പറയാൻ പാടില്ല. ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ഈസ് ഡിഫറെൻറ്റ്. എൻ്റെ എക്സ്പീരിയൻസ് ഇത് പിന്നെ എൻ്റെ ഇത് വന്നിട്ടുണ്ടാവും. പക്ഷേ നിലപാടിനെ ദുർബലപ്പെടുത്തിയോ? ആ നിലപാട് WCCയുടെ നിലപാടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടായോ ആ നടിയുടെ ആ രീതിയിലുള്ള പ്രതികരണത്തിൽ? ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം അത് ഒരു വോയിസേ ഉള്ളൂ. ഒത്തിരി വോയിസുകൾ നേരെ തിരികെ പറയുന്നത്. അതുകൊണ്ട് ആ മെമ്പർ ഇപ്പോഴും WCCയിൽ തന്നെ തുടരുന്നുണ്ടോ? ആളുടെ എക്സ്പീരിയൻസ് ആണ്. അറിയത്തില്ല നമുക്ക് വി ഡോണ്ട് നോ ഹു ദിസ് ലേഡി ഈസ്. There is no name mentioned. Okay, so fine. We don't know. Shiri. It is one founder. There were about 15 founders. Shiri, so we don't know which one. Come to report. That's part is over. Come to report. ഇനി ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തിയാൽ ഇപ്പോൾ സർക്കാർ കോൺക്ലേവിനെ കുറിച്ച് ആലോചിക്കുന്നു. യഥാർത്ഥത്തിൽ വേണ്ടത് കോൺക്ലേവ് ആണോ അതല്ല വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, അതായത് തൊഴിലിടത്തിലെ ലൈംഗിക ചൂഷണം അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ ആധികാരികമായ ഒരു സമിതി നിശ്ചയിച്ചിരിക്കുന്ന റിപ്പോർട്ടും തെളിവുകളും അത് നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ? കോടതി വ്യവഹാരങ്ങളിലൂടെ നമുക്ക് ഈ അതിജീവിതകൾക്കും നീതി കൊടുക്കാൻ കഴിയേണ്ടതുണ്ടോ? എന്താണ് WCCയുടെ നിലപാട്? നിങ്ങൾ കോടതിയിലേക്ക് പോകുമോ അഥവാ കോടതിയിലേക്ക് പോകേണ്ടതുണ്ടോ? WCC ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തില്ല ഇതുവരെ. ഞങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മൊത്തം റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ എല്ലാവരും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വനിതാ കമ്മീഷനുണ്ട്. ഇത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇത് ഒരു സ്റ്റേറ്റ് സ്പോൺസർഡ് ഡോക്യുമെൻ്റാണ്. ദേ ഹാവ് ടു സ്റ്റഡി ഇറ്റ് ആൻഡ് ദേ ഹാവ് ടു ലുക്ക് അറ്റ് ദ ലീഗൽ. ഒരു നിമിഷം തുടരണം. നമുക്കൊപ്പം ഏറ്റവും നല്ലൊരു നിയമവിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്കൊരു അഭിപ്രായം ഒന്ന് കേൾക്കാം.